നമസ്കാരം. കഴിഞ്ഞ 6 ദശാബ്ദത്തിൽ അധികമായി ചികിത്സാരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീ കരിങ്ങന്നൂർ പ്രഭാകരൻ വൈദ്യരാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. എന്താണ് ആധാര ചികിത്സ? ആധാര ചികിത്സ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ 6 ആധാരങ്ങളെ ക്രമീകരിച്ച് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥാഭേദം. എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണോ ആധാര ചികിത്സ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റത്തില്ല, പതുക്കെ പഠിക്കാൻ പറ്റും. കാരണം അതിൽ കാര്യകാര്യ സഹിതം പലതും നമ്മൾ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ കുട്ടിക്കാലം മുതൽ പഠിച്ചാലേ എളുപ്പം മനസ്സിലാവും. അച്ഛനിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ചുകൂടി ക്രമീകരിച്ച് ഏകോപിപ്പിച്ച് റെഡിയാക്കിയെടുത്തതാണ് ഇപ്പോഴത്തെ ആധാര ചികിത്സ. ഗുരുശിഷ്യ ബന്ധത്തിലൂടെ സ്വായക്തമാക്കേണ്ട ഒരു ചികിത്സാ രീതിയല്ലേ ആധാര ചികിത്സ? ഇത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെ സ്ഥായീഭാവം കുറിക്കുന്ന ഒരു ഇതിൽ നമ്മൾ പഠിച്ചെടുത്താലേ പ്രയോജനമുള്ളൂ. ഇത് നമ്മുടെ ഗുരുക്കന്മാരുടെ കൂടെ നിന്ന് കണ്ടും ചെയ്തും അനുഭവിച്ചറിയേണ്ട ഒന്ന് ആണ്. പല വ്യക്തികളും വൈദ്യരുടെ ശിഷ്യൻ എന്ന് അവകാശപ്പെട്ട് ഈ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വൈദ്യരുടെ പ്രതികരണം എന്താണ്? അത് അവരുടെ അറിവ്, ഇത് നമ്മുടെ അറിവ്. അറിവെന്ന് പറയുന്നത് പല പ്രകാരത്തിലല്ലേ. എൻ്റെ ശിഷ്യന്മാരെ പറ്റി ഞാൻ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. വൈദ്യരുടേതായ തിരിവ് മുറകളെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അത് ഈ ശാസ്ത്രീയമായിട്ട് നമ്മൾ ഒരുപാട് മനസ്സിലാക്കേണ്ടതുണ്ട്. തിരുമുറകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരൈറ്റമാണ് മർമ്മാണി തിരുമുറ. തല തിരുമിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? തല തിരുമിനെ കുറിച്ച് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഐറ്റമാണ് തലയുടെ തിരുമ്മൽ. ആ തലയുടെ തിരുമ്മൽ നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശമുള്ള രോഗങ്ങളെല്ലാം ശമിക്കുന്നുണ്ട്. ഒരത്ഭുതകരമായ ശക്തി തലതിരുമ്മലിന് ഉണ്ട്. നമ്മൾ ഈ ചെയ്യുന്നത് വളരെ ശാസ്ത്രീയമായിട്ടാണ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പരീക്ഷണ നിരീക്ഷണങ്ങളിൽ തെളിയിക്കാം. നാഡീ പരിശോധനയിലൂടെയുള്ള ഈ നട്ടൽ ചികിത്സയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? നാഡീപരിശോധനയിലൂടെ മാത്രമേ നട്ടലിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് ഹൃദയസ്ഥമാക്കാൻ കഴിയും. അത് അങ്ങനത്തെ ഒരു പണിയാണ്. നട്ടൽ കശേരുക്കളുടെ വരിപ്പിഴവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നട്ടല് കശേരുക്കളുടെ വരിപ്പിഴവ് കണ്ടെത്താൻ നല്ലപോലെ ഒരേ പദത്തിൽ മേല് നടി അറ്റം വരെ നമ്മൾ സ്പർശിച്ചറിഞ്ഞേ പറ്റും. അത് നമ്മൾ നട്ടൽ ചികിത്സയിൽ വ്യത്യസ്ത യോഗാസനങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? നട്ടല് കശേരുക്കളെ നമ്മൾ നിലനിർത്താൻ വേണ്ടി പല വിധത്തിലുള്ള യോഗാസനങ്ങൾ ശീലിക്കും. അത് നമുക്ക് ഫലപ്രദമായിട്ട് ആജീവനാന്തം നിലനിൽക്കും. ആധാര ചികിത്സയെ പ്രതിപാദിക്കുന്ന ഏതെങ്കിലും ഒരു ശ്ലോകം ചൊല്ലാവോ? ശരീരാവസ്ഥയാം ധാതു മുഖ്യമായത് ചൊല്ലിടാം. 1 അസ്ഥിയും 2 ഉപാസ്ഥി മാംസപേശിയും 4 സ്നായവധാതുക്കൾ 5 ശ്ലേഷ്മകവും തഥാ. ഇങ്ങനെ അസ്ഥി 5 ധാതുക്കൾക്ക് മുഖ്യമായി സൂക്ഷിച്ചാൽ പലതായി കാണാം. ആകൃതി അതിനുള്ളതാം. നാളകാസ്ഥികൾ സാമാന്യം നീളമേറിയിട്ടിരുന്നിടും. കയ്യിലും കാലിലും കാണാം നീളമായുള്ളവ പൊള്ളയായി. അതിൻ്റെ ദ്വാരകയെ മജ്ജ നിറഞ്ഞുണ്ടായിരിപ്പതാം. അവയെ ചേർത്ത് കൂട്ടിയിട്ട് മാംസപേശികളെ സദാ സംഘടിപ്പിച്ചതിൻ്റെർക്ക ചലനം ചെയ്യുമെപ്പോഴും. കപാലാസ്ഥി പരന്നിട്ടും കപാല സിരയുന്തത. കൈപ്പഴം മുതൽ ഈ വണ്ണം കണ്ടുകൊള്ളുക വിഷഗ്വരൻ. അകം പൊക്കുള്ളോം ഇത് സംരക്ഷണങ്ങൾ ചെയ്യുകയും മാംസപേശി ഘടിപ്പിപ്പാൻ ഉള്ള സൗകര്യമേകിയും. മിശ്രാകൃതികൾ തണ്ടല്ലിൽ 33 അസ്ഥികൾ ഈ വർഗത്തിലകപ്പെട്ട് നിൽക്കുന്നിതറിഞ്ഞിട്ട് പിന്നീടുണ്ട് 205 എല്ലുണ്ടിവ പറഞ്ഞിടാം. തലയോട്ടിയിലും 8 മുഖത്ത് 14 കയ്യിലുണ്ട് 24 കാലിൽ 20 ഉണ്ടുമാം. തണ്ടല്ലിൽ 33 പാർശ്വദ്വേ ചതുർവിംശതി
ഇത് സൂക്ഷിച്ചു നോക്കിയിട്ട് ചെയ്യണം കിഴിധാരകൾ. തേപ്പും പിഴിച്ചിലും നാടി നേരെയാക്കാനുമേവരും. ഗുരുപാതയെ നമിച്ചിട്ട് ചെയ്താൽ ആശ്വസുഖം വരും.